നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്കൊരു 50,000 മുതൽ 70,000 ഉള്ളിൽ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ലാപ്ടോപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിന് ഏറ്റവും കുറവ് പ്രൈസിന് വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് ലാപ്ടോപ്സ് പറഞ്ഞുതരാം. ബിഫോർ ദാറ്റ്, ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എന്താണ് പഠിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ആവശ്യം. ഒക്ടോബർ ഒക്കെയാണ്, സോ പൊതുവേ ഇന്ത്യ വിട്ട് പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും ഇന്ത്യയിൽ നിന്നും ലാപ്ടോപ്പ് വാങ്ങിയിട്ട് പോകുന്നത്. ബേസിക് ആയിട്ടൊരു കാര്യം അറിയാം, നിങ്ങൾക്ക് വേണ്ടത് മിനിമം ഈ ഒരു 50,000 to 70,000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ ഒരു 16 GB എങ്കിലും റാമും 512 GB എങ്കിലും SSD സ്റ്റോറേജും വേണം. ഏറ്റവും ആദ്യത്തേത് ഡെൽ 15 എന്ന് പറഞ്ഞ ലാപ്ടോപ്പാണ്. ഇന്റലിന്റെ കോർ i5 13 ജനറേഷനിൽ വരുന്ന 16 GB റാമും 512 GB SSD സ്റ്റോറേജ് ഒക്കെ വരുന്ന വിൻഡോസ് 11 ഹോമിലുള്ള ലാപ്ടോപ്പാണിത്. 15.6 ഇഞ്ചിന്റെ ലാപ്ടോപ്പാണ് ഇത്. നിങ്ങൾക്ക് ഏകദേശം ഒരു 47,000 രൂപയുടെ പ്രൈസ് റേഞ്ചിലൊക്കെ ബിഗ് ബില്യൺ ഡേയ്സിൽ കിട്ടും. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. എക്സ്ട്രാ ആയിട്ടുള്ള ന്യൂമറിക് പാഡ് ഉണ്ട്, നിങ്ങൾക്ക് MS ഓഫീസ് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. ആൻഡ് ജനറലി ഡെല്ലിന്റെ ലാപ്ടോപ്പുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ പൊതുവെ ആൾക്കാർ ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കുറേ കാലം നിൽക്കുന്ന ഒരു എന്താ പറയുക ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു ബ്രാൻഡാണ്. സോ ഇറ്റ്സ് എ നൈസ് ലാപ്ടോപ്പ്. ഓൾസോ ഞാൻ ഈ വീഡിയോ പറയുന്ന ലാപ്ടോപ്പുകളുടെ ലിങ്കുകളെല്ലാം ഇവിടെ പ്രൊഡക്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയാലും കിട്ടും. ഇൻ കേസ് പ്രൈസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കുക. സെപ്റ്റംബർ 23 പ്രൈസ് കുറയുന്ന സമയത്ത് വാങ്ങിക്കാം. നെക്സ്റ്റ് ഓൺ ദ ലിസ്റ്റ് ഇസ് എ മോസ്റ്റ് പോപ്പുലർ ലാപ്ടോപ്പ് സീരീസ്, അതായത് ഏസൂസിന്റെ വിവോ ബുക്ക്. പൊതുവെ വിവോ ബുക്ക് സീരീസിൽ നമ്മൾ കണ്ടുവരുന്നത് ഡിസ്പ്ലേ നല്ലതായിരിക്കും, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾസോ ഇന്റലിന്റെ കോർ i5 പ്രോസറാണ് വരുന്നത്. ഐറിസ് XE ഗ്രാഫിക്സ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കീബോർഡ് തന്നെയാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. ട്രാക്ക് പാഡിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് സംവിധാനവും കിട്ടുന്നുണ്ട്. അതിന് അത്യാവശ്യം വിവോ ബുക്ക് സീരീസ് ലൈറ്റ് വെയിറ്റ് തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതും കൂടിയാണ്. സോ കൊണ്ട് നടക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ കാണിക്കുന്നത് 43,000 ഒരു റേഞ്ചാണ്. നിങ്ങൾക്ക് ഓഫർ സമയത്ത് 37,000 റുപ്പീസിന്റെ ഒരു റേഞ്ചിലേക്ക് വരും. സോ അതും വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്ത ലാപ്ടോപ്പ്, പൊതുവേ ഈ ഒരു ബ്രാൻഡ് ഗെയിമേഴ്സിന്റെ ഇടയിലാണ് ഫേമസ് ആയിട്ടുള്ളത്, വിച്ച് ഇസ് MSIയുടെ മോഡേൺ എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പ് ഉണ്ട്, MSI മോഡേൺ 14. അത് ഇന്റലിന്റെ കോർ i5 13 ജനറേഷനിലാണ് വരുന്നത്. 16 GB റാമും 512 GB SSD ഒക്കെ വരുന്ന വിൻഡോസ് 11 ഹോമോട് കൂടിയിട്ടുള്ള ഇതും തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 180 ഡിഗ്രിയിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും ടേബിളിലൊക്കെ. അപ്പോൾ അങ്ങനെ അത്രയും വരെ നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. കീബോർഡിന്റെ പുറകിൽ ലൈറ്റ് ഉണ്ട്, ബാക്ക് ലിറ്റ് ആയിട്ടുള്ള കീബോർഡാണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് വെയിറ്റ് ഭയങ്കര കുറവാണ്, 1.4 kilograms മാത്രമേ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അത്യാവശ്യം എല്ലാ പോർട്സും ഉണ്ട്, ഈവൻ മൈക്രോ SD കാർഡ് വരെ ഇടാനുള്ള സ്ലോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് ലേശം കൂടുതലാണ്, ഏകദേശം 73,000-74,000 റുപ്പീസിൻ്റെ റേഞ്ചിലാണ് വരുന്നത്. ബട്ട് ബിഗ് ബില്യൺ ഡേ സമയത്ത് നിങ്ങൾക്ക് ബിലോ 70Kയിൽ ഇത് വരുന്നുണ്ട്. സോ അത്യാവശ്യം തിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ MSIയുടെ ഭാഗത്തുനിന്ന് ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ഇനി ബഡ്ജറ്റ് ലാപ്ടോപ്പുകളിലെ തന്നെ രാജാവ് എന്ന് പറയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ലെനോവോയുടെ ഐഡിയ പാഡ്. ലെനോവോ ഐഡിയ പാഡിലും 512 GB SSD ഉള്ള 16 GB റാം ഉള്ള വേരിയന്റ് വരുന്നുണ്ട്. ഇന്റലിന്റെ കോർ i5 13 ജനറേഷൻ ഉള്ളതാണ്. 15.3 ഇഞ്ചിന്റെ IPS ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ലെനോവോ ലാപ്ടോപ്സിന്റെ കൂടെ നിങ്ങൾക്ക് ആക്സിഡന്റൽ ഡാമേജ് പ്രൊട്ടക്ഷൻ ഒക്കെ വരും. ആൻഡ് ഫുൾ HD ആയിട്ടുള്ള IR ക്യാമറയാണ്, അത് ഫേസ് ID, ഫേസ് റെക്കഗ്നിഷൻ, ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെ ഈ ലാപ്ടോപ്പിനകത്ത് വരുന്നുണ്ട്. 2 വാട്ടിന്റെ ഡോൾബി ഓഡിയോട് കൂടിയിട്ടുള്ള സ്പീക്കേഴ്സ് ഉണ്ട്. മെറ്റാലിക് കവറാണ്, സോ മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നാൽ അധികം വെയിറ്റും ഇല്ല, 1.5 kilograms അത്രയും മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. ഇനി ഇതിന്റെ പ്രൈസ് ആണ് ഏകദേശം 55,000 റുപ്പീസിന്റെ താഴെ, ഈവൻ 50,000 വരെ നിങ്ങൾക്ക് കിട്ടും. സോ ഒരു മെറ്റാലിക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള ലാപ്ടോപ്പ് നിങ്ങൾ നോക്കുന്നുണ്ട്, നല്ല ആൻറ്റി ക്ലിയർ കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേയും ഫേഷ്യൽ റെക്കഗ്നിഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി എ ഗുഡ് ഓപ്ഷൻ. ഇതും വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഡെൽ 15 എന്ന് പറഞ്ഞൊരു ബഡ്ജറ്റ് ലാപ്ടോപ്പ് ആയിരുന്നു. കുറച്ചുകൂടി കൂടുതൽ ഡെൽ ഇൻസ്പിറോൺ സീരീസ് ഉണ്ട്, ഇൻസ്പിറോൺ 15. ഇതും തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്സിന്റെ സെക്ഷനിൽ വരുന്നതാണ്, പക്ഷേ പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. 16 GB റാം ആൻഡ് 512 GB SSD ആണെങ്കിലും കോർ i7 വരുന്നതാണ്. സോ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ഇൻബിൽഡായിട്ട് MS ഓഫീസ് 365 ഒക്കെ വരുന്ന ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉള്ള. ആൻഡ് ബാറ്ററി കുറച്ചുകൂടി കൂടുതലാണ്, 4 hour ബാറ്ററി, 65 വാട്ടിൻ്റെ അഡാപ്റ്റർ വരുന്നുണ്ട്. ബാക്ക് ലിറ്റ് കീബോർഡാണ്. യെറ്റ് 1.6 kilograms മാത്രമേ ഉള്ളൂ. സോ തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. സോ i7 ഉള്ള എന്നാൽ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് നൽകുന്ന ഈ ഒരു ലാപ്ടോപ്പ് 68K ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 60,000 അടുത്ത് നിങ്ങൾക്ക് സെയിൽ ടൈമിൽ കിട്ടും. സോ ദിസ് ഈസ് ഓൾസോ എ നൈസ് ഓപ്ഷൻ. ഇനി ഓഫീസിൽ പോകുന്നവരുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ബ്രാൻഡാണ് HP. HPയുടെ സൈഡിൽ നിന്ന് HPയുടെ നെയിമിങ്സ് ഒക്കെ വളരെ വിചിത്രമാണ്. എന്തായാലും HP 50 എന്ന് തന്നെ വിളിക്കാം, അതിന് വലിയ വാലൊക്കെ ഉണ്ടാവും. ഇതും i5 13 ജനറേഷൻ വരുന്ന ഒരു 12 GB റാം ആൻഡ് 512 GB സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ്. 16 GB സ്റ്റോറേജും ഉണ്ട്, ബട്ട് 12 GB ഈസ് എ നൈസ് കോമ്പിനേഷൻ. അതായത് അധികം സ്പെൻഡ് ചെയ്യേണ്ട, എന്നാൽ നിങ്ങളുടെ കാര്യവും നടക്കും എന്നുള്ളൊരു കോമ്പിനേഷനാണ് HPയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇന്റലിൻ്റെ ഐറിസ് XE ഗ്രാഫിക്സ് ആണ്. സോ അത്യാവശ്യം നല്ല ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്ന
നിങ്ങൾക്ക് HP-യുടെ ഫാസ്റ്റ് ചാർജിങ് വരുന്ന 13th ജനറേഷൻ പ്രോസറാണ്. ലൈഫ് ടൈം ഫ്രീ MS ഓഫീസ് കിട്ടുന്നുണ്ട്. ലൈഫ് ടൈം ഫ്രീ MS ഓഫീസ് 2024 1 ഇയറിൻ്റെ മൈക്രോസോഫ്റ്റ് 365 സബ്സ്ക്രിപ്ഷനൊക്കെ വരുന്ന ഈ ഒരു ലാപ്ടോപ്പ് നല്ല ഡിസ്പ്ലേ ഉണ്ട്, ആൻറ്റി ക്ലിയർ കോട്ടിംഗ് ഉണ്ട്. ബ്രൈറ്റ്നസ് 250 നിറ്റ്സ് ആണുള്ളത്. അത് ഓൾമോസ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോമൺ ആണ്. എന്നാൽ അത്യാവശ്യം എല്ലാ പോർട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ്. ഓൾമോസ്റ്റ് 1.59 kilograms ആണ് വരുന്നത്. ഇതിപ്പോൾ 51,000 ആണ്, 48,000 പ്രൈസ് റേഞ്ചിലേക്ക് വരും. HP-യുടെ ഭാഗത്ത് നിന്ന് നിങ്ങളൊരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ഇനി ചിലപ്പോൾ ഗ്രാഫിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നവരായിരിക്കും, ആർക്കിടെക്ചറും അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അവർക്ക് ഹൈ എൻഡ് ലാപ്ടോപ്പും പറ്റില്ല, ലോ എൻഡ് ലാപ്ടോപ്പും പറ്റില്ല. അവർക്ക് സ്റ്റൈലസ് ഒക്കെ യൂസ് ചെയ്യണം. സോ 2-in-1 ഇപ്പോൾ ടച്ച് സ്ക്രീനൊക്കെ ഉള്ള ലാപ്ടോപ്പ് വരുന്നുണ്ടെങ്കിൽ, ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഡെല്ലിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് ഡെൽ 14 എന്ന് പറയുന്ന ഒരു 2-in-1 ലാപ്ടോപ്പാണിത്. ഇതിനൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇൻറ്റലിൻ്റെ i5 13th ജനറേഷൻ ആണ്, 16GB 512 SSD ആണെങ്കിലും ആർക്ക് ഗ്രാഫിക്സ് ആണ് വരുന്നത്. ആ ഗ്രാഫിക്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഫുൾ HD+ ആയിട്ടുള്ള 14 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത് വിത്ത് ഡെല്ലിൻ്റെ പേന. ഇപ്പോൾ പെന്നോട് കൂടിയിട്ട് വരുന്നൊരു സംഭവമാണ്. ആൻഡ് കീബോർഡ് ഉണ്ട്. കീബോർഡിനകത്ത് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് റീഡർ ഉണ്ട്. വെയിറ്റ് കുറച്ച് കൂടുതലാണ്, 1.7 kgs ഉണ്ട്. ബട്ട് അത് നിങ്ങൾക്ക് മടക്കി ഒരു ടാബ്ലറ്റ് പോലെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ബാറ്ററി ഒക്കെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഈ 78,000 റുപ്പീസാണ് ഇപ്പോൾ വരുന്നത്. അത് ഓൾമോസ്റ്റ് 70,000 ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വരും നിങ്ങൾക്ക് കൂപ്പണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. ബട്ട് കാർഡ് ഓഫേഴ്സ് ഒക്കെ വെച്ച്, ബട്ട് സ്റ്റിൽ ദിസ് എ ഗ്രേറ്റ് ഡീൽ. ഇനി ചില ആൾക്കാർ ഇതേമാതിരി പഠിക്കാനായിട്ട് അബ്രോഡ് പോകുന്നുണ്ടെങ്കിലും അവർക്ക് മെയിനായിട്ടും മൾട്ടിമീഡിയ മതി. എനിക്ക് സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ലാപ്ടോപ്പ്, അത്യാവശ്യം വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയാണ് ലാപ്ടോപ്പ് എന്നുണ്ടെങ്കിൽ ഒരു OLED ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഒരു OLED ഡിസ്പ്ലേ ഒരു 80K പ്രൈസ് റേഞ്ചിൽ താഴെ കിട്ടണമെങ്കിൽ അവിടെയും ഞാൻ പറഞ്ഞ പോലെ ലെനോവോയുടെ IdeaPad തന്നെയാണ് വരുന്നത്. ലെനോവോയുടെ IdeaPad Slim 5 എന്ന് പറയുന്നത് അത് WUXGA OLED പാനലായിട്ട് വരുന്നൊരു ലാപ്ടോപ്പാണ്. ഫുൾ മെറ്റലായിട്ടുള്ള പ്രോസർ മോശമൊന്നുമില്ല. Core i7 പ്രോസർ വരുന്ന 16GB RAM 512GB SSD ഒക്കെ വരുന്നൊരു തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പാണ്. തിൻ ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റാണ്. 1.39 kgs മാത്രമേ ഇതിന് വരുന്നുള്ളൂ. 60 വാട്ട് ബാറ്ററിയാണ്. പെട്ടെന്ന് 2 hours നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. 15 minutes ചാർജ് ചെയ്യുവാണെങ്കിൽ Wi-Fi 6 Bluetooth 5.4 ഒക്കെ വരുന്ന മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള ലെനോവോയുടെ AI ഇല്ല, ഞാൻ മറ്റേ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല, ആ ഒരു AI പരിപാടിയൊക്കെ വരുന്ന ഒരു ലാപ്ടോപ്പാണിത്. സോ നിങ്ങൾക്ക് ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ ബെറ്റർ സ്ക്രീനുള്ള OLED സ്ക്രീനുള്ള ഒരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ദിസ് വുഡ് ബി എ ഗ്രേറ്റ് ഓപ്ഷൻ. 80,000 റുപ്പീസാണ് ഇപ്പോൾ പ്രൈസ്. ഓൾമോസ്റ്റ് 75-74 പ്രൈസ് റേഞ്ചിലൊക്കെ സെയിൽ സമയത്ത് വരും. സോ ഇതൊക്കെയാണ് എൻ്റെ റെക്കമെൻഡേഷൻസ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ട് AMDയുടെ പ്രോസസ്സസ് ഉള്ളതൊന്നും പറഞ്ഞില്ല എന്ന്. ഇൻറ്റലിൻ്റെ പ്രോസസ്സസ് ഉള്ളതാണ് മോർ റിലയബിൾ കമ്പയർഡ് ടു, അതായത് ഒരു നോർമൽ ഡേ ടു ഡേ ടാസ്കിന്. ഇപ്പോൾ ഗെയിമിങ്ങും അങ്ങനത്തെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം AMDയൊക്കെ. ബട്ട് നോർമൽ യൂസിൽ ഹീറ്റിംഗ് കുറവുള്ള റിലയബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ലോങ് ടേമിലുള്ള, പ്രത്യേകിച്ച് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് പുറത്തൊക്കെ പോയി ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ ഇൻറ്റൽ വുഡ് ബി ബെറ്റർ സേഫർ ഓപ്ഷൻ. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.